കൊച്ചി വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടതാണെന്ന് സൂചനയുണ്ട്. 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഫോറൻസിക് വിഭാഗവും ഉൾപ്പെടെ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരിക്കാം മൃതദേഹം ഇവിടെ കൊണ്ടിട്ടതെന്നാണ് നിഗമനം. മുഖത്ത് ഉൾപ്പെടെ പരിക്കേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പാലത്തിന്റെ തൂണിനോട് ചേർന്നാണ് മൃതദേഹം കിടക്കുന്നത്. ട്രെയിനിൽ നിന്ന് ചാടിയതല്ല, അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ചതല്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വൈറ്റില ഫ്ലൈ ഓവറിനോട് ചേർന്നാണ് സംഭവം. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രദേശത്തു നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച് യുവതി ആരെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. എന്തായാലും ഇതൊരു കൊലപാതകം തന്നെയെന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ട്രെയിനിൽ നിന്ന് വീണാൽ ഇത്തരത്തിലുള്ള മുറിവായിരിക്കില്ല സംഭവിക്കുന്നത്. ഇത് മനഃപൂർവ്വം ആരോ കൊലപ്പെടുത്തി കൊണ്ടിട്ടതാന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. രാത്രിയിലായിരിക്കാം ഈ സംഭവം നടന്നിരിക്കുന്നത്. കൊണ്ടിട്ട ശേഷം പ്രതി പോയതായിരിക്കും. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രധാനമായ അന്വേഷണം. എങ്കിൽ മാത്രമേ ഇതാരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ. 30നും 40നും ഇടയിൽ പ്രായമുള്ള യുവതിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതേസമയം ട്രെയിനിൽ നിന്ന് വീണതോ ട്രെയിൻ ഇടിച്ചതോ ആയ അപകടമല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം മുഖത്ത് പറ്റിയ പരിക്കുകൾ ഒരു മർദ്ദനത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകമാണെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം വേളിയിൽ കടലിൽ കൈകൾ തുണി ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ഏകദേശം 40നും 50നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടേതാണ് മൃതദേഹമെന്ന് തുമ്പ പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാവിലെ വേളി പള്ളിക്ക് സമീപം കടലിൽ മൃതദേഹം ഒഴുകി നടക്കുന്നത് കണ്ട മത്സ്യത്തൊഴിലാളികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം. മൃതദേഹം കരയ്ക്കെത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൈകൾ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതിനാൽ ഇതൊരു കൊലപാതകമാണോ, ആരെങ്കിലും കൊലപ്പെടുത്തി കടലിൽ തള്ളിയതാണോ എന്നും പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാണാതായവരെ കേന്ദ്രീകരിച്ചും തുമ്പ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്.